Today, we are going to talk about agile software development techniques. What is agile software development? It is a phrase used for software development to describe the methodologies for incremental software. It is a conceptual framework for software engineering to promote the development of iteration throughout the life cycle of the project. Okay, it is an iterative and incremental approach performed in highly collaborative manner by self-organized team. അതായത് ഇൻക്രിമെൻ്റൽ ആക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ടെക്നിക്സ് ആണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. It's written as XP. This is the life cycle of extreme programming. In XP, requirements are expressed as scenarios. They are called user stories, which are implemented directly as a series of tasks. അതായത് എന്ത് റിക്വയർമെൻ്റ് ആണ് യൂസർ കൊടുക്കുന്നത്, ആ യൂസർ കൊടുക്കുന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം യൂസർ സ്റ്റോറീസ്, അതായത് സെനാരിയോ പോലെ എഴുതി വെക്കുകയാണ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് റിക്വയർമെൻറ്റ്സ് ഒക്കെ സ്റ്റോറി ബോർഡ് പോലെ, സ്റ്റോറീസ് പോലെ ഇങ്ങനെ എഴുതി വെക്കും. പ്രോഗ്രാമേഴ്സ് വർക്ക് ഇൻ പെയേഴ്സ് ആൻഡ് ഡെവലപ്പ് ടെസ്റ്റ് ഫോർ ഈച്ച് ടാസ്ക് ബിഫോർ റൈറ്റിംഗ് ദി കോഡ്. പ്രോഗ്രാമർ പെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. കോഡ് റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ദേ ഡെവലപ്പ് എ ടെസ്റ്റ്. ഓരോ ടാസ്കിനും അവർ എന്ത് ചെയ്യും? ടെസ്റ്റ് പെർഫോം ചെയ്യും. ഓൾ ടെസ്റ്റ് മസ്റ്റ് ബി സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് വെൻ ന്യൂ കോഡ് ഇസ് ഇൻറ്റഗ്രേറ്റഡ് ടു ദ സിസ്റ്റം. ആ ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ എഴുതിയിരിക്കുന്ന കോഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദർ ഇസ് എ ഷോർട്ട് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ റിലീസ് ഓഫ് ദി സിസ്റ്റം. അതായത് ടെസ്റ്റ് ഓക്കെ ആണ്, ഇത് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റിൽ റിലീസ് ചെയ്യാം എന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് സെറ്റ് ആയതിനു ശേഷം മാത്രമേ സിസ്റ്റത്തോട് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട്, അതായത് ഹോൾ സിസ്റ്റത്തോട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുള്ളൂ. There are so many principles related to extreme programming. First one is incremental planning. Incremental planning means requirements are recorded on story cards. ഓരോ റിക്വയർമെൻറ്റ്സും സ്റ്റോറി കാർഡ്സ് പോലെ എഴുതി ചേർക്കും. എന്നിട്ട് അത് ഏത് റിക്വയർമെൻറ്റിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് അതായിരിക്കും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, the next is small release. Minimal useful set of functionality that provides business value is developed first. ഒരുപാട് ഫങ്ഷൻസ് ഒന്നും നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മിനിമം സെറ്റ് ഓഫ് ഫങ്ഷനാലിറ്റീസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്താൽ മതി. ഏതാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഏതാണോ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അതായിരിക്കണം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സിമ്പിൾ ഡിസൈൻ. ഇനഫ് ഡിസൈൻ ഈസ് കാരിഡ് ഔട്ട് ടു മീറ്റ് ദി കറന്റ് റിക്വയർമെന്റ്സ് ആൻഡ് നോ മോർ. വലിയ രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളൊന്നും വേണ്ട. എന്താണോ നമ്മുടെ റിക്വയർമെന്റ് ഉദ്ദേശിക്കുന്നത്, എയിം ചെയ്യുന്നത്, അതുമാത്രം ഡിസൈൻ ചെയ്താൽ മതി. അല്ലാതെ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ദ നെക്സ്റ്റ് ഇസ് ടെസ്റ്റ് ഫസ്റ്റ് ഡെവലപ്മെന്റ്. An automated unit test framework is used to write tests for new piece of functionality before that functionality itself implement. അതായത് ഒരു കോഡ് റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നെക്സ്റ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, റീഫാക്ടറിങ് മീൻസ് ചേഞ്ച് ദി ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി കോഡ് ആൻഡ് മോഡിഫൈ ഇറ്റ്സ് ബിഹേവിയർ. വലിയ റിക്വയർമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ സ്മോൾ ടാസ്ക് ആക്കിയിട്ട് മാറ്റുകയും അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഒക്കെ മാറ്റി അതിൻ്റെ ബിഹേവിയറെ മാറ്റുക. ഓക്കെ, റീഫാക്ടർ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് കോഡിനെ റീഫാക്ടർ ചെയ്തിട്ട് ഇംപ്രൂവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോഡ് എന്താവും? സിമ്പിളും മെയിൻറ്റെയിനബിളും ഒക്കെ ആയിട്ട് മാറും. നെക്സ്റ്റ് പെയർ പ്രോഗ്രാമിംഗ്. Developers work in pairs and checking each other's work, providing support to always do a good job. Developers pairs ആയിട്ടാണ് വർക്ക് ചെയ്യുക. നല്ല ഒരു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നല്ലൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും.
The next is collective ownership. Pairs of developers work on all areas of system, so no island of expertise. Pairs ആയിട്ടാണ് ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ വർക്കേഴ്സും എല്ലാ ഡെവലപ്പേഴ്സും എല്ലാ ഏരിയാസിലും എക്സ്പെർട്ടൈസ് ആയിരിക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അങ്ങനെയല്ല. ആ കംപ്ലീറ്റ് സോഫ്റ്റ്വെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ആ വർക്ക് ചെയ്യുന്ന എല്ലാ ഡെവലപ്പേഴ്സിനും ഉണ്ടാവും. എനി വൺ ക്യാൻ ചേഞ്ച് എനിത്തിങ്, ആ രീതിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ. ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലും ഹോൾ സിസ്റ്റം നമ്മൾ ഡെലിവറി ചെയ്തെന്ന് വെച്ചോ, എന്നാലും നമ്മൾ എന്തെങ്കിലും ഇന്റഗ്രേഷൻ അതിൻ്റെ അകത്ത് നടത്തണം എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ സിസ്റ്റത്തിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. നെക്സ്റ്റ് ഇസ് സസ്റ്റൈനബിൾ പേസ്. ലാർജ് amount of overtime of work is not considered acceptable. ഒരുപാട് ടൈം അതിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഒരേ കോഡിൽ തന്നെ കുറേ ടൈം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഡിന്റെ ക്വാളിറ്റിയും അതുപോലെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ റെഡ്യൂസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ എന്താണോ അത് പറയുന്നത്, ആ സോഫ്റ്റ്വെയറിന് ആവശ്യമായുള്ള ടൈമിൽ മാത്രം നമ്മൾ അത് വർക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇസ് ഓൺ-സൈറ്റ് കസ്റ്റമർ. എ റെപ്രസെന്റേറ്റീവ് ഓഫ് എൻഡ് യൂസർ ഓഫ് ദി സിസ്റ്റം ഷുഡ് ബി അവൈലബിൾ ഫുൾ ടൈം ഫോർ ദി യൂസ് ഓഫ് XPT. കസ്റ്റമറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഫുൾ ടൈം നമ്മളെ ഡെവലപ്പേഴ്സിന്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ ഒരു മെമ്പർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ കസ്റ്റമർ എന്ന് പറയുന്നത് ഈ ടീമിന്റെ ഒരു മെമ്പർ തന്നെയായിരിക്കും. സോ ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് സിസ്റ്റം റിക്വയർമെന്റ്സ് ടു ദ ടീം ഫോർ ഇംപ്ലിമെന്റേഷൻ. അവരും എപ്പോഴും എന്ത് ചെയ്യും, ഈ വർക്കൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഇസ് യൂസർ സ്റ്റോറീസ്. Software requirements always change. So in agile method, requirement elicitation is integrated with development by the idea of user story. A user story is a scenario of use that might be experienced by a system user. എന്താണോ റിക്വയർ ചെയ്യുന്നത്, എന്താണോ കസ്റ്റമർ പറയുന്നത്, അതൊരു സ്റ്റോറി പോലെ റൈറ്റ് ചെയ്ത് വെക്കും, സ്റ്റോറി ബോർഡ് പോലെ എഴുതി വെക്കും. അതാണ് യൂസർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റമർ എന്താ ചെയ്യുക, ഡെവലപ്പർ എന്താ ചെയ്യുക, ഒരു സ്റ്റോറി കാർഡ് ഡെവലപ്പ് ചെയ്യും. ഇനി എന്തെങ്കിലും ചേഞ്ചസ് അതിനകത്ത് നടത്തണം എന്നുണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ ആഡ് ചെയ്ത് ചേർക്കാം. പിന്നെ റിലീസ് ചെയ്യുന്ന സമയത്ത്, സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോറി ബോർഡ് അല്ലെ സ്റ്റോറി കാർഡ് അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സെനാരിയോ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, യൂസർ സ്റ്റോറി മേ ബി യൂസ്ഡ് ഇൻ പ്ലാനിംഗ് സിസ്റ്റം ഐറ്ററേഷൻ. വൺസ് ദ സ്റ്റോറി കാർഡ് ഹാവ് ബീൻ ഡെവലപ്ഡ്, the development team breaks these down into tasks and estimate the effort. ഒരു കഥ എഴുതുന്ന പോലെ ഇങ്ങനെ സ്റ്റോറി ബോർഡിൽ എഴുതി വെക്കുക ചെയ്യാം. എന്നിട്ട് ആ റിക്വയർമെന്റ്സിനെയൊക്കെ അല്ലെങ്കിൽ ആ സ്റ്റോറീസിനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ടാസ്ക് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഓരോരോ ടാസ്ക് ഓരോരാൾക്ക് വർക്ക് ചെയ്യാനുള്ള രീതിയിൽ ടാസ്ക് ആയിട്ട് സെപ്പറേറ്റ് ടാസ്ക് ആയിട്ട് കൊടുക്കും. ഓക്കെ, യൂഷ്വലി ദി സ്റ്റോറീസ് വിൽ ഡിസ്കസ് വിത്ത് ദി customer then prioritize the stories for implementation. ഈ സ്റ്റോറി ഒക്കെ എഴുതി കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുമായിട്ട് അവരൊരു ഡിസ്കഷൻ നടത്തും. അപ്പൊ അതിൽ ഏതിനാണോ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായിരിക്കും ചൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 weeks ആയിരിക്കും. 2 weeks. നെക്സ്റ്റ് റിലീസ് ഓഫ് ദ സിസ്റ്റം ഇസ് മെയ്ഡ് അവൈലബിൾ ടു ദി കസ്റ്റമർ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്, ഇംപ്ലിമെന്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 weeks ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരും. ഇതിന് എന്താ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ, പ്രിൻസിപ്പൽ പ്രോബ്ലം വിത്ത് യൂസർ സ്റ്റോറീസ് ഇസ് കംപ്ലീറ്റ്നെസ്. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ടി ടു ജഡ്ജ് ഇനഫ് യൂസർ സ്റ്റോറീസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു കവർ ഓൾ ദി എസെൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് എ സിസ്റ്റം. നമ്മൾ പറഞ്ഞ എല്ലാ റിക്വയർമെന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ എന്നത് ജഡ്ജ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് ഓൾസോ ഡിഫിക്കൽട്ട് ടു ജഡ്ജ് ഇഫ് എ സിംഗിൾ സ്റ്റോറി ഗിവ്സ് എ ട്രൂ പിക്ചർ ഓഫ് എൻ ആക്ടിവിറ്റി. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും അവർക്ക് ആ വർക്കിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവും. അപ്പോൾ അവർ ഈ യൂസർ സ്റ്റോറി കൺസിഡർ ചെയ്യണമെന്നില്ല. അപ്പൊ അതിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അവർ കൺസിഡർ ചെയ്തിട്ടേ ഉണ്ടാവില്ല. സോ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഡിഫിക്കൽട്ട്.
The next term is refactoring. Changes will always have to be made to the code being developed. Refactoring means program team looking for a possible improvement to the software and implements them immediately. അതായത് ഇന്റേണൽ സ്ട്രക്ചറിനെ തന്നെ ചേഞ്ച് ചെയ്യുക, റീഫാക്ടർ ചെയ്യുക, അതിനെ മോഡിഫൈ ചെയ്യുക. സോഫ്റ്റ്വെയർ സ്ട്രക്ചർ, അതിൻ്റെ റീഡബിലിറ്റി. അപ്പോൾ നമ്മളിത് റീഫാക്ടർ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയറിനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ക്വാളിറ്റിയെ അല്ലെ പ്രൊഡക്ടിവിറ്റിയോ ഒന്നും അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം we can refactor. Test first development. Already we discussed with the test first development. First ഒരു യൂണിറ്റ് ടെസ്റ്റ് ആയിരിക്കും നടത്തുക. ആ യൂണിറ്റ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കോഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ ആ ടീം എന്തൊക്കെയായിരിക്കും ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് റൈറ്റ് ടെസ്റ്റ് ബിഫോർ റൈറ്റ് ദി കോഡ്. റൈറ്റിംഗ് ടെസ്റ്റ് implicitly define both an interface and specification of behavior. Problems of requirements and interface misunderstanding are reduced. Test first development requires there is to be a clear relationship between system requirement and code implementing. In XP, this relationship is clear because user card represents the requirements are broken down into different tasks, and in test first development, task implementation have thoroughly understand. എല്ലാ കാര്യങ്ങളും ഇന്റർഫേസ്, അതിൻ്റെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ, സിസ്റ്റം റിക്വയർമെന്റ്സ്, കോഡ്, ആ റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ചെക്ക് ചെയ്യും. അത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഫെയിലിയർ ആയിരിക്കും ആ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അത് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ആദ്യമേ കണ്ടുപിടിക്കും, അത് ചെയ്യാൻ പറ്റുമോ, ഈ പ്രൊജക്റ്റ് സക്സസ് ആയിരിക്കുമോ ഫെയിലിയർ ആയിരിക്കുമോ എന്നൊക്കെ ഫസ്റ്റ് ടൈം തന്നെ കണ്ടുപിടിക്കും. അത് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യും, അല്ലാത്ത പക്ഷം അത് അവിടെ വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. Next is pair programming. In pair programming, pairs sit at the same computer to develop the software. The same pair do not always program together. Program created dynamically. Team members work with each other during the development process. Developers എപ്പോഴും പെയർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവർ ഒരേ കമ്പ്യൂട്ടറിലാണ് ഉണ്ടാവുക, അടുത്തടുത്തിരുന്ന് ഒരേ പ്രോഗ്രാം ചെയ്യും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡൈനാമിക്കലി ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. ഓക്കെ, അതിനെന്താ അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് സപ്പോർട്ട്സ് ദി ഐഡിയ ഓഫ് കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എന്താണ് കളക്റ്റീവ് ഓണർഷിപ്പ് എന്നുള്ളത്. കളക്റ്റീവ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിലും അങ്ങനെ സ്പെഷ്യലൈസ്ഡ് എന്നല്ല, എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും അറിയണം. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ആക്ട് ആസ് എൻ ഇൻഫോർമൽ റിവ്യൂ പ്രോസസ് ബിക്കോസ് ഈച്ച് ലൈൻ ഓഫ് കോഡ് ഇസ് ലുക്ക്ഡ് അറ്റ് ബൈ അറ്റ്ലീസ്റ്റ് 2 people. പെയർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും അതിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം കറക്റ്റ് ആണോ, എന്തെങ്കിലും അവിടെ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ, കോഡ് എന്താ പറയുക വല്ലതും തെറ്റിപ്പോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇൻഫോർമൽ റിവ്യൂ അവിടെ നടന്നുകൊണ്ടിരിക്കും. പെയർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 2 people എങ്കിലും അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇറ്റ് എൻകറേജ് റീഫാക്ടറിംഗ് ടു ഇംപ്രൂവ് ദി സോഫ്റ്റ്വെയർ സ്ട്രക്ചർ. ഇന്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഐട്രേഷൻ വന്നു കഴിഞ്ഞാലും പ്രശ്നമല്ല, അവരെന്താണ് റീഫാക്ടർ ചെയ്തിട്ട് അവർക്കത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Next is agile project management. In agile project management, there is a term Scrum. Scrum approach is a general agile method focused on managing iterative development rather than specific agile practices. Agile development ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മാനേജ് ചെയ്യാൻ വേണ്ടി, ഇറ്ററേറ്റീവ് ടെക്നിക്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സ്ക്രം എന്ന് പറയുന്നത്. സ്ക്രമ്മിന്റെ സൈക്കിളാണ് ഇവിടെ കാണിക്കുന്നത്. സ്ക്രം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള സൈക്കിളാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. Each process iteration produces a product increment that could be delivered to the customer. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ഐറ്റംസ്, അതിനെ നമ്മൾ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്നാണ് പറയുക. ഒരു ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാവും. ആ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിന്റെ അകത്ത് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, റിക്വയർമെന്റ്സ്, യൂസർ സ്റ്റോറീസ്, എഞ്ചിനീയറിംഗ് ഇംപ്രൂവ്മെന്റ്സ്, അതൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റ് ഓണർക്കായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അതായത് ഓരോ സ്പെസിഫിക്കേഷനും വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പ്രൊഡക്റ്റ് ഓണർക്കായിരിക്കും. അപ്പോൾ സ്പ്രിന്റ് സൈക്കിളിന് ഒരു ഫിക്സഡ് ലെങ്ത് ഉണ്ട്, അതായത് 2 to 4 weeks വരെ. ബിഗിനിങ്ങിൽ ഓരോന്നും പ്രയോറിറ്റൈസ് ചെയ്യും, ഏതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അൺഫിനിഷ്ഡ് വർക്കിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല. എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടാവുമെങ്കിൽ അവരപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് റിക്വയർമെന്റ്സും
പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ തന്നെ കൊടുക്കും. അതായത് പ്രൊഡക്റ്റ് ലിസ്റ്റ് തന്നെ തിരിച്ചു കൊടുക്കും. ഹോൾ ടീം എന്താ അത് വർക്ക്ഔട്ട് ചെയ്യാൻ എടുക്കുകയില്ല. പിന്നെ ഹോൾ ടീം ഇൻവോൾവ് സെലക്ടിങ് ദി ഹയസ്റ്റ് പ്രയോറിറ്റി ഐറ്റംസ് ടു ബി കംപ്ലീറ്റ്. ആ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടാസ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അവരുടെ എസ്റ്റിമേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര ടൈമിൽ അല്ലെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ എസ്റ്റിമേഷൻ അനുസരിച്ചിട്ടായിരിക്കും ദ ഹോൾ ടീം വിൽ ബി ഇൻവോൾവ് ഫോർ വർക്കിംഗ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസ്. ആരാണ് ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യേണ്ടത് അല്ലെ എന്താണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആ ടീം ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. എ ടീം വർക്ക് ഇൻ സ്ക്രം. There is a Scrum Master is a facilitator who arranges daily meeting, tracks the backlog of work to be done, record decisions, measure progress. The whole team attends short daily meeting where all team members share the information, describe their process since the last meeting. This means that everyone in the team knows what is going on, where the problem arises. We can replan short-term work. No top-down direction. Everyone participates in the short-term planning, daily interaction among Scrum team. Okay, at the end of each sprint, there is a review meeting which involves whole team. ഒരു സ്ക്രം മാസ്റ്റർ ഉണ്ട്. ആ സ്ക്രം മാസ്റ്റർ ഒരു ഫെസിലിറ്റേറ്റർ ആണ്. അവരെന്താ ചെയ്യുക, മീറ്റിംഗ് അറേഞ്ച് ചെയ്യും, ഡെയിലി മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. എന്നിട്ട് ബാക്ക്ലോഗ്സ് ഓരോ ദിവസത്തെ റിവ്യൂ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. എന്തൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്, എന്താ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, കസ്റ്റമേഴ്സുമായിട്ടും മാനേജ്മെന്റ് ടീമുമായിട്ടൊക്കെ ഡെയിലി എന്താണ് അവർ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും അതിനകത്തുള്ള എല്ലാവരും ആ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. അവരവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നടന്നത്, ഇന്നത്തെ ദിവസം എന്തൊക്കെ ഹാപ്പൻ ചെയ്തു, ഇന്നത്തെ പ്രൊജക്റ്റിന് ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണ്, എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, അത് പിന്നെ എങ്ങനെയാണ് റീപ്ലാൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഷോർട്ട് ടേം പ്ലാനിങ് ആണല്ലോ. അപ്പം എല്ലാവരും ഇതിൽ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് കംപ്ലീറ്റ് റിവ്യൂസ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ കംപ്ലീറ്റ് മീറ്റിംഗ്സ് എടുക്കും. ഇപ്പൊ റിവ്യൂ മീറ്റിംഗിൽ ഹോൾ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്തിനാ ഹോൾ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും അതിന്റെ ഇംപ്രൂവ്മെന്റ് എത്രമാത്രമാണ്, അല്ലെങ്കിൽ ആ പ്രൊജക്ടിന്റെ ഈച്ച് ആൻഡ് എവറി ഏരിയ എല്ലാവർക്കും അറിയാൻ പറ്റണം. സോ അതിനാണ് ഹോൾ ടീം വർക്ക്ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടുമാറോ എന്താണ് ചെയ്യേണ്ടത്, ടുമാറോ വർക്ക് പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ ഹോൾ ടീം will participate in the daily meetings. Scrum benefits. The product is broken down into set of manageable and understandable chunks. Unstable requirements do not hold up progress. The whole team have visibility of everything and consequently communication is improved. Customers see on-time delivery of increments and gain feedback. Trust between customer and developer is established. It will lead to a positive culture. കംപ്ലീറ്റ് പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആക്കിയിട്ട് മാറ്റും. അത് മാത്രമല്ല, അൺസ്റ്റേബിൾ ആവുന്ന റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് ഹോൾഡ് അപ്പ്. പിന്നെ കസ്റ്റമറും ഡെവലപ്പറും തമ്മിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും കൂടി നമുക്ക് പറ്റും. കാരണം ഒരു വിശ്വാസം എന്തായാലും ഉണ്ടാവണം. പിന്നെ കസ്റ്റമർക്ക് എന്താണ് ഓൺ ടൈമിൽ പിന്നെ ഡെലിവറി നടത്താൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യാം. ഓൺ ടൈം ഡെലിവറി ഓഫ് ഇൻക്രിമെന്റ്സ് അവർക്ക് കാണുകയും ചെയ്യാം. അപ്പൊ ഇത്രയാണ് സ്ക്രമ്മിന്റെ ബെനിഫിറ്റ്സ് ഉള്ളത്. ദിസ് ഇസ് എ ഫിഗർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്ക്രം. It also describes the same functionalities. Next, we can move on to incremental delivery. We also discussed about incremental delivery, the outline, the life cycle of incremental delivery. What do you mean by incremental delivery? Develop the system increments and evaluate each increment before proceeding to the development of next. Okay, normally this method is used in agile approach. Evaluation done by user or customer. നമുക്ക് എപ്പോഴും സിസ്റ്റത്തിൽ ഇൻക്രിമെന്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കാം. ആ നടത്തുന്ന ഇൻക്രിമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ കസ്റ്റമറോ അല്ലെങ്കിൽ യൂസറോ ഒക്കെ ആയിരിക്കും നോർമലി എപ്പോഴും ഇവാലുവേഷൻ നടക്കുന്നുണ്ടാവുക. ഡിപ്ലോയ് ആൻ ഇൻക്രിമെന്റ് ഫോർ യൂസ് ബൈ എൻഡ് യൂസർ. മോർ റിയലിസ്റ്റിക് ഇവാലുവേഷൻ.
about practical use of software, difficulty to implement for replacing system as increment have less functionality than the system being replaced. റിയൽ ലൈഫിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോഴാണ്, ഡെവലപ്പേഴ്സ് ഉപയോഗിക്കുന്നതിനേക്കാളും റിയൽ ലൈഫിൽ ഉപയോഗിക്കുമ്പോഴാണ് അതുമായിട്ട് അറൈസ് ചെയ്യുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക. അപ്പം കസ്റ്റമറിന് റിയൽ ലൈഫിൽ തന്നെ അത് ഉപയോഗിച്ച് അതിൻ്റെ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ എന്താണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇൻക്രിമെന്റൽ ഡെവലപ്മെന്റും ഡെലിവറിയും കൊണ്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? കസ്റ്റമർ ക്യാൻ വാല്യൂ deliver with each increment, so functionality is available earlier. Early increment act as a prototype to help elicit requirements for later increment. Lower risk of overall project failure. Highest priority system service tend to receive most testing. കസ്റ്റമറിന് തന്നെ ഇൻക്രിമെന്റ്സ് ഒക്കെ അല്ലേ, ഇൻക്രിമെന്റ്സ് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവുകയും ചെയ്യും. അത് മാത്രമല്ല എന്തെങ്കിലും അഡീഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റുകയും ചെയ്യും. പിന്നെ പ്രോട്ടോടൈപ്പ് പോലെയാണ്, പെട്ടെന്ന് തന്നെ ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ ആ ഐഡിയാസ് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇനി സപ്പോസ് ആ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ത്രോ അവേ, ആ രീതിയിൽ. പിന്നെ എല്ലാ ഫങ്ഷനാലിറ്റിയും കൂടി പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ ഇൻക്രിമെന്റൽ ഡെലിവറി നടത്തുന്നത്. അപ്പോൾ എന്താണ്, റിസ്ക് കുറയും. കാരണം ഹോൾ സിസ്റ്റം കുറേ പ്ലാൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നതല്ല. അങ്ങനെ ആകുമ്പോഴാണ് കുറേ ടൈം ഒക്കെ എടുത്ത് നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റം ഒക്കെ, അപ്പൊ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്ട് ഉപേക്ഷിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, കുറച്ച് പാർട്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ആ ഒരു റിസ്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഏതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് അതായിരിക്കും ആദ്യം ടെസ്റ്റ് ചെയ്തെന്നുണ്ടാവുക, അതായിരിക്കും ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഉണ്ടാവുക. ഓക്കെ, ഇവിടെയും പ്രോബ്ലംസ് ഉണ്ട്. മോസ്റ്റ് സിസ്റ്റം റിക്വയേഴ്സ് സെറ്റ് ഓഫ് ബേസിക് ഫെസിലിറ്റി ദാറ്റ് ആർ യൂസ്ഡ് ബൈ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സിസ്റ്റം. The essence of iterative process is that specification is developed in conjunction with the software. Basic facilities ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റീസ് നമുക്ക് ബേസിക് ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി, ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോമൺ ഫെസിലിറ്റീസ് എല്ലാ ഇൻക്രിമെന്റ്സിലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹാർഡ്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ ഇൻക്രിമെന്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഐട്രേറ്റീവ് പ്രോസസ് ആണല്ലോ, അപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ പ്രോസസ്സ്. അപ്പൊ അത് കൺജക്ഷൻ ഉണ്ടാവും. അത് പൊതുവെ അതിനുള്ള ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം നമുക്കത് കാപ്പബിൾ ആണോ എന്ന് നോക്കണം. കൂടുതൽ ഇൻക്രിമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ആ സോഫ്റ്റ്വെയറിന് ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഇസ് ബഹാംസ് സ്പൈറൽ മോഡൽ. ഇറ്റ്സ് എ സ്പൈറൽ മോഡൽ rather than sequence of activity. It contains backtracking. It's a risk-driven software. In 1988, Barry Bohams developed this model. So it represents spiral. അതായത് ഫിഗർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതാണ് ഫിഗർ. സ്പൈറൽ ആയിട്ടാണ് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ കണ്ട എല്ലാ മോഡൽസും ഇങ്ങനെ സർക്കിൾ പോലെയല്ലേ, സ്പൈറൽ പോലെയാണ് ഈ മോഡൽ ഉള്ളത്. ഇതിന് മുന്നേ കണ്ട എല്ലാം നമ്മൾ എന്താണ് സീക്വൻസ് പോലെയാണ് കാണുന്നത്. ഓരോന്നോരോ സീക്വൻസ് ആണ്. ഇവിടെ എല്ലാം കൂടി ഒരു സർക്കിൾ പോലെയാണുള്ളത്, സർക്കിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു റിസ്ക് ഡ്രിവൺ സോഫ്റ്റ്വെയർ ആണ്. 1988 മുതലാണ് ഇത് ഈ മോഡൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ഓരോ ലൂപ്പും, ഈ ഓരോ സ്പൈറൽ എന്ന് പറയുന്നത് ഓരോ ലൂപ്പാണ്. ഈ ഓരോ ലൂപ്പും ഓരോ ഫേസസ് പോലെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇന്നർമോസ്റ്റ് ലൂപ്പ്, അതിൽ ഇന്നർമോസ്റ്റ് ലൂപ്പ് ഏറ്റവും സ്റ്റാർട്ടിങ്, ആ ഇന്നർമോസ്റ്റ് ലൂപ്പ് സിസ്റ്റം ഫീസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ നെക്സ്റ്റ് സിസ്റ്റം റിക്വയർമെന്റ്, അതായത് റിക്വയർമെന്റ് ഡെഫിനിഷൻ, അതിനടുത്തത് സിസ്റ്റം ഡിസൈൻ. ഇങ്ങനെ എത്രയാണോ സ്പൈറൽസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പോവുക ചെയ്യാം. സ്പെസിഫിക്കേഷൻ, ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫേസസ് ഇല്ല. ഓക്കെ, റിസ്ക് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ആയിട്ട് ആ റിസ്കിനെ നമുക്ക് സോൾവ് ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലം അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിൽ ഒരുപാട് സ്പൈറൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് സർക്കിൾസ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 parts. Loop can be, the spiral can be divided into 4 structures. The first part is called objective setting. Objective setting.
You can see that determine objectives, alternatives, and constraints. That part is called objective setting. Here, specific objective for the phases are identified. Constraints on the product process and product are identified in a detailed management plan is drawn up. Projectന്റെ റിസ്ക് ഐഡന്റിഫൈ ചെയ്യും. അതായത് റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം, ഓക്കെ, ആ റിക്വയർമെന്റ്സ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പ്രൊജക്ടിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ ഒബ്ജക്റ്റീവ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഏരിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റ് ആൻഡ് റിഡക്ഷൻ ആണ്. റിസ്ക് ആർ അസസ്ഡ് ആൻഡ് ആക്ടിവിറ്റീസ് പുട്ട് ഇൻ പ്ലേസ് ടു റെഡ്യൂസ് ദി കീ റിസ്ക്. റിസ്ക് ഡ്രിവൺ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ളൊരു പ്രോസസ്സിലെ പ്രൊജക്റ്റിൽ എന്താണ് റിസ്ക് വേഗം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ റിസ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അസസ് ചെയ്യുക, എന്നിട്ട് അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഡിസിഷൻ എടുക്കാം, മീൻസ് അത് സോൾവ് ചെയ്യാനുള്ള എന്ത് സൊല്യൂഷൻ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്ന റിസ്ക് അസസ്മെന്റ് ആൻഡ് റിഡക്ഷൻ. തേർഡ് വൺ, development and validation. A development model for the system is chosen which can be any one of the generic model. ഏതെങ്കിലും ഒരു മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിലപ്പം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ട്രഡീഷണൽ മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മോഡൽ, ജനറിക് ആയിട്ടുള്ള മോഡൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. അത് മാത്രമല്ല പ്രോട്ടോടൈപ്പോ സിമുലേഷനോ ബെഞ്ച് മാർക്കിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. You can see that requirement validation, design V&V, product design, detailed design, develop, verify, next level project. And last one is planning. The project is reviewed and next phase of the spiral is planned. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ റിവ്യൂ ചെയ്യും. എന്നിട്ട് അടുത്ത ഫേസ് എന്താണ്, ആ ഫേസിനെ പ്ലാൻ ചെയ്ത് വെക്കുക ചെയ്യുക. അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. പ്ലാൻ, നെക്സ്റ്റ് ഫേസ്. There are 4 sectors: objective setting, then risk assessment, next is development and validation, and fourth one is planning. Spiral model നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, it's very influential for helping people think about iteration in software process. Okay, it is also supports backtracking. It is introduced for risk driven approach. This model is very rarely used for practical software development. നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു മോഡൽ കൂടിയാണ് സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. That's all about spiral model. We can stop here. Thank you.